ഹായ്, ഗുഡ് മോർണിംഗ്. SV അരുളിലാണ്. ഒരു ഗാന്ധിയൻ ദൂരത്തിനെ കുറിച്ചാണ് ഇന്നലെ രാത്രി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ചിതറിച്ച ജീവിതങ്ങൾ ഇന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ സർക്കാർ പുനരധിവസിപ്പിച്ച ഇടങ്ങളിൽ താൽക്കാലികമായി കഴിയുകയാണ്. ആ മനുഷ്യരുടെ ജീവിതങ്ങൾ കരുപിടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഫണ്ട് പിരിച്ച് അത് എത്രയാണെന്നോ അവർക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കുമെന്നോ പറഞ്ഞ് പ്രഖ്യാപിച്ച കോൺഗ്രസ്സുകാരുടെ ഒരു ഗാന്ധിയൻ ആർഭാടം ഇന്നലെ അവിടെ അരങ്ങേറിയിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല. നിങ്ങളത് കാണേണ്ട ഒരു കാഴ്ചയാണ്. വയനാട് പോലൊരു സ്ഥലത്ത് ആ ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാതെ അവരെ പറഞ്ഞു പറ്റിച്ചതിന് ശേഷം ആ ജനങ്ങളെ മുഴുവൻ ഊളകളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവനൊന്നും ഒരു വിലയില്ല, അവനൊക്കെ ആര് ഞങ്ങളടുത്ത് ചോദ്യം ചെയ്യാൻ എന്ന നിലയ്ക്ക് ഒരു 7 സ്റ്റാർ ഹോട്ടൽ നിങ്ങൾ ആലോചിക്കുക. ഒരു നൈറ്റ് ഒരു മുറിക്ക് 20,000 രൂപ വരെയുള്ള ആ 7 സ്റ്റാർ ആഡംബര ഹോട്ടലിൽ വെച്ച് നടന്ന ആഡംബര ക്യാമ്പ്, ആ ക്യാമ്പുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷങ്ങളാണ് നടന്നത്. അവിടെ നടന്നതെന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിസൾട്ടിൻ്റെ ആഘോഷമായിരുന്നു ഒരു ലക്ഷ്യം. ഒപ്പം തന്നെ നേതാക്കന്മാർക്കൊരു റിഫ്രഷ്മെൻ്റ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നടന്ന പരിപാടിക്ക് ശേഷം KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫിനോട് മാധ്യമങ്ങൾ വയനാടിനെ കുറിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. എന്താണ് മറുപടി എന്ന് നിങ്ങൾ കേട്ടെ. ആശങ്ക വേണ്ട, അത്രയും പെട്ടെന്ന് ഉണ്ടാവും. അതിന് ചർച്ച ഉണ്ടായിട്ടുണ്ട്. അല്ല, അതിനെ സ്ഥലം കണ്ടെത്തണം. ചെറിയ താമസ കാര്യത്തിൽ വന്നു. ഇപ്പൊ അത് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏതാണ്ട് ഫൈനലൈസിലേക്ക് പോവാണ്. ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇലക്ഷന്റെ ഡേറ്റ് അല്ലാതെ സമരങ്ങളുടെ ഡേറ്റ് അല്ലാതെ ഇതിനൊന്നും കട്ട് ഓഫ് ഡേറ്റ് ഇല്ല. ഇതൊക്കെ ഇത്രയും വേഗം ഞങ്ങളെല്ലാം പൈസ ഇല്ലാത്തവരാ, എന്നാൽ പോലും കടം മേടിച്ചിട്ടായാലും കൊടുത്തിട്ടുണ്ട്. തെറ്റായ പ്രചരണമാണ്. അതെല്ലാം കണക്ക് തരും. അതുണ്ടല്ലോ, കണക്ക് പറഞ്ഞായിരുന്നല്ലോ. ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വിളിച്ച് രണ്ടാമതൊന്ന് കണക്ക് പറഞ്ഞു. അല്ല, അങ്ങനെ ഇഷ്യൂസ് ഒന്നും വന്നില്ല. ഞങ്ങൾ അതിന്റെ തുക ഉൾപ്പെടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള തുക വെച്ച് പത്രസമ്മേളനം നടത്തിയത് അറിയിച്ചതല്ലേ. നന്നായി. എന്ത് ലിസ്റ്റ്? ടെൻഷൻ വേണ്ട ചേട്ടാ, ഞാനൊന്ന് പറഞ്ഞു. ഇതൊന്നും അതിലൊന്നും ഒരു ആശങ്ക വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, അതിലൊന്നും ഒരു ആശങ്ക വേണ്ട. അതിനകത്ത് ഭൂമി എടുക്കും, അവിടെ വീട് വെച്ച് കൊടുക്കും. ആർക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള സംവിധാനമുണ്ട്. നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. കേട്ടോ, അതായത് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഭൂമി എവിടെയെന്ന് അറിയില്ല. അപ്പോൾ ടി സിദ്ദിഖ് കഴിഞ്ഞ മാസം 28-ാം തീയതി തറക്കല്ലിടുമെന്ന് പറഞ്ഞത്, അപ്പോൾ അതെല്ലാം പച്ച നുണയായിരുന്നു എന്ന് KPCC പ്രസിഡന്റ് വായിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒന്നുമില്ലെങ്കിലും ദുരിതത്തിൽ നമ്മൾ പറഞ്ഞു പറ്റിച്ച മനുഷ്യരാണ്. അവിടെ മുന്നിൽ പോയി നമ്മൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ അതൊരു തോന്നിവാസമാണെന്ന് പോലും തോന്നാതെ 7 സ്റ്റാർ ഹോട്ടലിൽ കോടികൾ 2 ദിവസം കൊണ്ട് പൊടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഒരു 7 സ്റ്റാർ ഹോട്ടലിലെ ചെലവിനെ കുറിച്ചുള്ള ബില്ലുകൾ നിങ്ങൾ കണ്ടേ. മുറിക്ക് നേരത്തെ പറഞ്ഞു അവിടെ 20,000 രൂപയാണ് ഒരു നൈറ്റ്. അപ്പോൾ ഫുൾ ഡേ ആകുമ്പോൾ ഏകദേശം കോൺഗ്രസിന്റെ 100-200ഓളം പേർ പങ്കെടുത്ത പരിപാടിയാണ്. റിസോർട്ട് ഒന്നടങ്കം ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു 7 സ്റ്റാർ ഹോട്ടലിലെ ഉച്ചയ്ക്കത്തെ മീൽസിന്റെ, അതായത് ഊണ് കഴിക്കുന്നതിന്റെ ചിലവ് എത്ര എന്നൊക്കെ ബൊഫേ ആയിരിക്കും. ഒരു വ്യക്തിക്ക് 2,500 രൂപ. ഗാന്ധിയൻ കോൺഗ്രസ്സുകാരുടെ മീൽസാണ്. ഉച്ചയ്ക്കത്തുള്ള ആഹാരത്തിന്റെ റേറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വ്യക്തിക്ക് 2,500 രൂപ. രാവിലത്തെ പ്രഭാത ഭക്ഷണം നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോൾ അത് മിനിമം 1,000 രൂപ വരെ എത്തും. അങ്ങനെ ധൂർത്തിന്റെ അപ്പോസ്തലന്മാരായിട്ട് സ്പാ എന്ന് പറഞ്ഞ ഉഴിച്ചിലുണ്ട്. അവിടെ ഒരു ഉഴിച്ചിലുള്ള റിസോർട്ടിലൊക്കെ പോയി നിന്ന് ഗാന്ധിയൻ കോൺഗ്രസ്സുകാർ ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ? അവർ ചെയ്യുമെന്നേ. അവർ ചെയ്യാൻ കാരണം കേരളത്തിൽ അതൊന്നും വാർത്തയാകില്ലെന്ന് ഉറപ്പുണ്ട്. ഇത് CPM ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ ഒരു ആഡംബര റിസോർട്ടിൽ വെച്ച് അവരുടെ ഏതെങ്കിലും ഒരു പഠന ക്യാമ്പോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള 2 ദിവസത്തെ ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. കേരളത്തിൽ എന്തോരം വാർത്ത. ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് നവകേരള സദസ്സ് എന്ന് പറയുന്ന പരിപാടിയിൽ പ്രഭാത ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു എല്ലാവരുമായിട്ടും. അത് 7 സ്റ്റാർ ഹോട്ടലൊന്നുമല്ല. എവിടെയാണോ പരിപാടി ഉള്ളത് അവിടുത്തെ പ്രമുഖരായിട്ടുള്ള ഈ സാമൂഹ്യ മേഖലയിലുള്ള പ്രമുഖരെയൊക്കെ വിളിച്ച് അവരോടൊപ്പം പ്രഭാത ഭക്ഷണവും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ട അതിൽ കഴിച്ച ഭക്ഷണം വരെ കേരളത്തിൽ വാർത്തയാക്കി വിമർശിച്ചവരാണ് കോൺഗ്രസ്സുകാർ. നിങ്ങൾക്കറിയാലോ. അവർ കാണിച്ച ആ പ്രവർത്തനവും അതിനുശേഷം നിങ്ങൾ KPCC പ്രസിഡന്റ് പറഞ്ഞ പ്രതികരണം കേട്ടില്ലേ? ഇതുവരെ ഭൂമി കണ്ടെത്തിയിട്ടേ ഇല്ല. അപ്പോൾ ഇന്നലെ രാവിലെകളിലൊക്കെ അവിടെ നടത്തിയ കോപ്രായങ്ങൾ, അതായത് ക്യാമറ കോപ്രായങ്ങൾ,
ആ പാവപ്പെട്ട മനുഷ്യരുടെ നെഞ്ചത്ത് കയറി നിന്ന് അവരോട് ഒരു തരത്തിലുള്ള അനുതാപവും അനുകമ്പയും ഇല്ലാത്ത നേതാക്കന്മാരാണ് കോൺഗ്രസ്സുകാരെന്ന് തെളിയിക്കാൻ ഇതിനേക്കാൾ നല്ല ഉദാഹരണമെന്ന് ആലോചിച്ച് നോക്കി. രാവിലത്തെ ഫോട്ടോഷൂട്ട് നോക്കൂ, വ്യായാമം വരെ ബാൽക്കണിയിൽ നിന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആ ദൃശ്യം നോക്കിയേ. ഇത് ആരുടെ നെഞ്ചത്ത് നിന്നാണ്? ഉരുൾപൊട്ടി ഒലിച്ച് ജീവിതങ്ങൾ നശിച്ച മനുഷ്യരുടെ മുഖത്ത് നോക്കി കുഞ്ഞണം കുത്തുന്ന, അല്ലെങ്കിൽ അവരോട് യാതൊരു തരത്തിലും അനുകമ്പയില്ലാതെ ആ മനുഷ്യർക്ക് മുന്നിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ ഇവർക്ക് യാതൊരു ഉളുപ്പുമില്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ അധികാരത്തിൽ വന്നാൽ അനുകമ്പയുണ്ടാവും തോന്നുന്നു. നമ്മളിത് ചെയ്യാൻ പാടില്ല. ആ മനുഷ്യർ ഇപ്പോഴും നല്ല വീടില്ലാതെ നല്ല ഭക്ഷണമില്ലാതെ കഴിയുകയാണ്. അവരെ മുന്നിൽ പോയി നമ്മൾ ഈ കൂത്താട്ടം നടത്തിയാൽ അത് അവർക്ക് വിഷമമുണ്ടാക്കില്ലേ എന്ന് ചിന്തിക്കുന്നത് മാനുഷികത. പക്ഷേ ഈ കാണിച്ചിരിക്കുന്നതോ, ഇത് വാർത്തയാക്കാതെ പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഔദാര്യം പറ്റിയ മാപ്രകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി. അവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ധൂർത്തല്ല, ആഡംബരമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി ഈ ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് അവർ പ്രവർത്തിക്കുന്ന പാർട്ടി, അല്ലാതെ സ്വന്തം പോക്കറ്റിൽ നിന്നല്ലല്ലോ ഒരു നേതാവ് എടുത്ത് കൊടുക്കുന്നത്. ജനങ്ങളുടെ പണം പിരിവെടുത്താണ് നിങ്ങൾ ഇത് നടത്തുന്നത്. ആ നടത്തുന്ന നിങ്ങൾ ഈ പൈസയിലെ കുറച്ച് കൊണ്ടുവന്ന് ഇത് ഏതെങ്കിലും ആഡംബര റിസോർട്ട് മാറ്റിയിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു സാധാരണ ഓഡിറ്റോറിയത്തിൽ വെച്ച് പരിപാടി നടത്തിയതിന് ശേഷം കുറച്ച് പൈസ കൊണ്ടുവന്ന് ആ വയനാട്ടിൽ ചൂരൽമലയിലെ പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിലോ, അവരുടെ ഒരു നേരത്തെ ഫുഡ് ഞങ്ങളുടെ വകയാണ്, ഈ ക്യാമ്പിൻ്റെ വകയാണ്, എന്തൊരു അന്തസ്സായിരുന്നു. കോടിക്കണക്കിന് രൂപ 2 ദിവസം കൊണ്ട് ആ റിസോർട്ടിൻ്റെ 2 ദിവസത്തെ ചിലവെന്ന് പറഞ്ഞാൽ എല്ലാത്തരം ഫെസിലിറ്റിയും ഉണ്ട്. കള്ളുകുടി ഉൾപ്പെടെയുള്ള സകല ഫെസിലിറ്റിയുമുള്ള നേതാക്കന്മാർക്ക് കള്ളു കുടിക്കാം, ഒഴിച്ചിലാണെങ്കിൽ ഒഴിച്ചിൽ. ഈ പറയുന്ന ക്യാമ്പൊക്കെ പുറത്ത് നമ്മളുടെ മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രകടനത്തിനപ്പുറം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു റിലാക്സേഷൻ ക്യാമ്പ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുവേണ്ടി ഒരു ഉല്ലാസമായിരുന്നു അവിടെ നടന്നത്. എല്ലാവരും ജീവിച്ച് പറയാറില്ല, ഈ ടൂറൊക്കെ പോയി പരസ്പര പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്ന് പറയുന്നത് പോലെ 7 സ്റ്റാർ ഹോട്ടലിൽ 10 വർഷം പ്രതിപക്ഷത്തിരുന്നവർ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നോക്കാൻ പോകുന്നവർ, വയനാട് ജനതയ്ക്ക് പറഞ്ഞ വാക്ക് പാലിക്കാതെ ചെയ്ത ഈ ചെറ്റത്തരം, ഈ തെമ്മാടിത്തരം കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് അത് വാർത്തയല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്തൊരു കൂട്ടുകച്ചവടമാണ്. ജനങ്ങളെ സേവിക്കുന്നവർ, ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്നവരെ പുറത്താക്കാൻ വേണ്ടി കാണിക്കുന്ന ഇമ്മാതിരി ആഡംബര ഗാന്ധിസമൊക്കെ കയ്യിലുള്ളവർ നാളെ അധികാരത്തിൽ വന്നാൽ എങ്ങനെയായിരിക്കും ഇവിടുത്തെ നികുതി പണം ധൂർത്തടിച്ച് കളയുന്നത്? പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഈ ആഡംബരമെങ്കിൽ ഭരണപക്ഷത്താണെങ്കിൽ ഖജനാവിനെ ഈ കഴിവി ഇറക്കി കൊണ്ടുപോയവരാണ്. ഇനിയും കൂടി അധികാരത്തിൽ കിട്ടിയാൽ ആ പണത്തെ എങ്ങനെയാണ് ഒഴുകാൻ പോകുന്നു എന്നതിൻ്റെ സാമ്പിളാണ് നിങ്ങൾ കാണുന്നത്. ചിന്തിച്ചാൽ മനുഷ്യരെ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ട്. ഒരു തവണ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് 5 വർഷം നിങ്ങൾ ശ്വാസം മുട്ടാൻ പോകുന്നത് എങ്ങനെയെന്നും നിങ്ങളുടെ ജീവിതങ്ങൾ ചിതറിത്തെറിക്കാൻ പോകുന്നത് എങ്ങനെയെന്നും, ഈ ആഡംബരത്തോട് ഇത്രയും പ്രാമുഖ്യമുള്ളവർ അധികാരത്തിൽ വന്നാൽ സാധാരണക്കാരനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നെങ്കിൽ വയനാടുകാരുടെ നെഞ്ചത്ത് കയറിയവർ ഇത് ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.